കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവമോ എല്ലാ ദിവസവും നമ്മളോട് കൂടെ ഇരിക്കും. അവിടുത്തെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ നമുക്കിടയാവണം. അതിന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം എഴുന്നേൽക്കണം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ തലമുറകളിൽ വെളിപ്പെട്ടു വരാൻ. നമ്മുടെ ഇഷ്ടമല്ല, നമുക്കൊത്തിരി ഇഷ്ടങ്ങളുണ്ടാകും, നമുക്കൊത്തിരി വിചാരങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ വിചാരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങാൻ തയ്യാറാകുമെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്ത വാഗ്ദത്തം പ്രാപിക്കാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കും. യേശു പറഞ്ഞ പ്രസ്താവന, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്തു, അവന് പ്രസാദമായത് ഞാൻ ചെയ്തു, അതുകൊണ്ട് പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, അവിടുന്ന് പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒറ്റ വ്യക്തികളെയും ഏകനായി വിട്ടിട്ടില്ല. വിളിച്ചവൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇന്ന് പകലിലും ധൈര്യത്തോടെ പറയാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യഹോവയായ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, നമ്മുടെ രക്ഷയുടെ ദൈവമാണ്, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്. ആ കർത്താവ് എന്നും ഒന്നേക്കും വാഴ്ത്തപ്പെടട്ടെ എന്ന് ഇന്ന് പകൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ഇന്ന് പകലിലും നമ്മളെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് ഇടയാവണം. ആയുസ്സ് ദൈവത്തിൻ്റെ ദാനമാണ്, ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്, ബലം, സൗഖ്യം എല്ലാറ്റിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പൗലോസ് പറയുന്നത് പോലെ, പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾ നിമിത്തവും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് എല്ലായ്പ്പോഴും പറയാൻ നമുക്കിടയാവണം. കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു എന്ന് പൗലോസ് പറയുന്നത് പോലെ, അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരിക്കുന്നവർക്ക് മാത്രമേ, തൃക്കാക്കൽ ഇരിക്കുന്നവർക്ക് മാത്രമേ പ്രാപിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ആകയാൽ ഇന്ന് പകലിലും അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരുന്ന്, ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള ആലോചന എന്താണ്, അങ്ങ് ഞങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത് എന്താണ്, അങ്ങിൽ നിന്ന് പ്രാപിക്കാൻ, ദൈവശക്തി ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറാവാം. കർത്താവിൽ നിന്ന് പ്രാപിച്ചാൽ മറ്റുള്ളവർ കൂടെ കൊടുക്കാൻ പൗലോസ് പറയും, ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, വചനം ഷെയർ ചെയ്യാൻ, അവരെ വിശ്വാസം ശക്തീകരിക്കാൻ ഒക്കെ കഴിയണമെങ്കിൽ നമ്മൾ പ്രാപിക്കണം, നമ്മൾ നിറഞ്ഞെങ്കിലല്ലേ മറ്റുള്ളവരിലേക്ക് അതൊരു പകർച്ചയായി മാറുകയുള്ളൂ. നമ്മൾ empty ആയാൽ എങ്ങനെ സംഭവിക്കുമാകയാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവമേ അങ്ങിൽ നിന്ന് പ്രാപിക്കുക. എല്ലാ ദിവസവും നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഓരോ ദിവസവും ദൈവമേ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ, സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാൻ. പൗലോസ് പറയുന്ന പോലെ, എനിക്ക് പ്രാഗൽഭ്യം തരയണമേ എന്ന് നമുക്ക് ഇന്ന് പകലിലും അവിടുത്തെയോട് പ്രാർത്ഥിക്കാൻ കഴിയണം. യെശയ്യാപ്രവചനം 54-3 വാക്യം നമുക്ക് സുപരിതമാണല്ലോ. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. എന്നിട്ട് പറയുക, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. വളരെ ആഴമായൊരു സന്ദേശമാണ്. നിന്റെ സന്തതി ജാതികളുടെ ദേശം അവകാശമാക്കും. നോക്കൂ, അതിന്
തൊട്ട് മുമ്പിലത്തെ വാക്യങ്ങൾ, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടല്ലാത്തവളെ പൊട്ടിയാർക്കുക, ഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു സിംറ്റംസും കാണുന്നില്ല, ഒരു വ്യക്തിത്വവും പുറത്തു വരാനുള്ള സാധ്യതയില്ല. പക്ഷേ സാധ്യതകളില്ലാതെ നിങ്ങളുടെ മേലുള്ള വ്യക്തിത്വങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ കഴിവുള്ള ദൈവമാണ്. നമ്മൾ പലതിനും സാധ്യതകൾ നോക്കാറുണ്ട്. നമുക്കറിയാം, രാജാക്കന്മാരോട് ദൈവത്തിൻ്റെ അരുളപ്പാട്, നിങ്ങൾ കുഴി വെട്ടണം താഴ്വരകൾ. ദേശം ട്രൈ ആയി കിടക്കുകയാണ്, ദീർഘനാളുകളായി മഴയില്ല, ഒരു ഫലവും അവിടെയില്ല. പക്ഷേ കുഴി വെട്ടിയിട്ട് അവർ പ്രതീക്ഷിച്ചു വലിയൊരു മഴ പെയ്തിറങ്ങും. ആ സാധ്യതയാണ് അവർ കണ്ടത്, അല്ലേ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്, നിങ്ങൾ കാറ്റ് കാണത്തില്ല, സിംറ്റംസ് കാണത്തില്ല, മഴ കാണില്ല, പക്ഷേ ദൈവം എങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. സാധ്യതകളെ നോക്കി ആരും ജീവിക്കരുത്. ഇന്നിടത്തു നിന്നുണ്ടാവും, അല്ലെ ഇന്നിടത്തു നിന്നൊരു പ്രവൃത്തി വരും. നോ, ഇവിടെയും പറയുന്നു പൊട്ടിയാർക്കുക, മച്ചിയെ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഉണ്ടാകാത്ത അവസ്ഥ, സാധ്യതകളില്ല, പക്ഷേ പൊട്ടിയാർക്കണം. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചേറ്റെടുക്കണം. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കാറുണ്ട്, ദേശത്തെ നോക്കാറുണ്ട്, അധികാരങ്ങളെ നോക്കാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ചിലരെ നോക്കാറുണ്ട്. അങ്ങനെയല്ല. വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളെ ദൈവത്തിന് വിടുവിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടം പോലെ വഴികളുണ്ട്. ഒരു വിധവയെ വിടുവിക്കാൻ ഇപ്പുറത്തൊരു ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയില്ലേ കെരീത്ത് തോട്ടിൽ നിന്ന്? വിധവ അത് പ്രതീക്ഷിച്ചാണോ? ഏലിയാവ് അത് പ്രതീക്ഷിച്ചാണോ? അല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് ദൈവം നടത്തുന്നത്. ഇവിടെ പറയുന്നു, നിന്റെ സന്തതി ശൂന്യ ദേശങ്ങളെ കൈവശമാക്കും. ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത്, ഞാനതാ പറഞ്ഞ മച്ചി എന്ന് പറഞ്ഞ ഇടത്ത് സന്തതികൾ വരികയാണ്. ഇതാണ് ദൈവപ്രവൃത്തി. ലോകം ഇനി നീ കാണത്തില്ല, ഇനി നീ അനുഭവിക്കത്തില്ല, ഇനിയും നിനക്കൊരു വിടുതൽ ഉണ്ടാവത്തില്ല എന്ന് സഹോദരങ്ങളെ നമ്മളെ നോക്കി പറയുമ്പോൾ ഇപ്പുറത്ത് വചനം പറയുന്നു, നമ്മുടെ വ്യക്തിത്വങ്ങൾ പുറത്തു വരും, അതനുഭവിക്കും, ദൈവമഹത്വം വെളിപ്പെട്ടു വരും. ശൂന്യദേശങ്ങളിൽ കണ്ടോ, ശൂന്യമായ ഇടത്ത് അവകാശങ്ങളെ കൈവശമാക്കാൻ നമ്മുടെ വ്യക്തിത്വങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശൂന്യദേശങ്ങളിൽ നിവാസികളെ പാർപ്പിക്കും. എന്നിട്ട് പറയുക, സകലം എംറ്റിയാണ്, പക്ഷെ അവിടെ ചിലതിനെ പാർപ്പിക്കാൻ, ചിലതിനെ നിർത്താൻ, ഉറപ്പിക്കാൻ. നീ ശൂന്യമെന്ന് പറയുന്നിടത്ത്, നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത്, തിരിച്ചു പോകാൻ ചിന്തിക്കുന്നിടത്ത്, വട്ടപൂജ്യമായി നിലനിൽപ്പ് അപകടത്തിലായില്ലേ, പക്ഷെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ, ശൂന്യതകളെ മാറ്റാൻ, നിന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കാൻ, ചിലത് ഉളവാക്കാൻ കഴിവുള്ളവൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഭയപ്പെടണ്ട, നീ ലജ്ജിച്ചു പോകത്തില്ല. അർത്ഥം, ലജ്ജിപ്പിക്കുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലാതാക്കുവാൻ അണിയറയിൽ പദ്ധതിയൊരുക്കുമ്പോൾ പറയുന്നു, അതേ ശൂന്യദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോകുക. എത്ര പേർക്ക് ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? നടക്കത്തില്ലെന്നും അതിനി ഉണ്ടാവില്ലെന്നും അവിടെ ഒരു വിടുതൽ സംഭവിക്കാൻ സാധ്യതയില്ലെന്നും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവരോട് പറയുന്നു, ഭയപ്പെടണ്ട, നിങ്ങൾ ലജ്ജിച്ചു പോകില്ല. അവിടെ ദൈവമഹത്വം ഇറക്കാൻ എൻ്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതിയെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഈ ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ശൂന്യ നഗരങ്ങളിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം, അന്ധകാര മണ്ഡലങ്ങളെ വെട്ടുന്ന ദൈവപ്രവൃത്തി, അന്യായ ശക്തികൾ നിന്നെ നിർത്തത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ ഉറപ്പിച്ച് നിർത്തുകയും നിന്റെ വാഗ്ദത്തം നിന്റെ കരങ്ങളിൽ തന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഴികൾ, അതോർത്ത് സ്തോത്രം ചെയ്യണം. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെത്. കോടാനുകോടി വഴി എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. പ്രിയരേ, സ്തോത്രം.
നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേ അല്ല ദൈവപ്രവൃത്തി വരുന്നത്. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റവും ശ്രേഷ്ഠകരമായി വെളിപ്പെട്ട് വരും. ഞാനത് വിശ്വസിക്കുന്ന തലമുറകൾ അത് കാണും. എൻ്റെ മിനിസ്ട്രിയിൽ അത് വെളിപ്പെട്ട് വരും. എൻ്റെ ശരീരത്തിൽ ഞാനത് തിരിച്ചറിയും എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കട്ടെ. ഭയപ്പെടണ്ട. നീ ആവർത്തിച്ച് പറയുന്നു, നീ ലജ്ജിച്ചു പോകത്തില്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ തലമുറകളോട് കൂടെ ഉണ്ട്, നിൻ്റെ മിനിസ്ട്രിയുടെ കൂടെ ഉണ്ട്. പാസ്റ്ററെ, ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. സർവശക്തനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സന്തതികൾ കൈവശമാക്കേണ്ടത് കൈവശമാക്കാൻ, എത്തിപ്പെടേണ്ടടുത്ത് എത്തിപ്പെടാൻ, നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ, ആത്മാവിൽ ശക്തരായി തീരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ശൂന്യമായിടത്ത്, നിലനിൽപ്പ് അപകടത്തിലാകുന്നിടത്ത്, ഓടിപ്പോകുമെന്ന് പിശാച് പറയുന്നിടത്ത് തന്നെ ഞങ്ങളെ പാർപ്പിക്കാൻ കഴിവുള്ള ദൈവം ഈ പകൽ ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ ഞങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വം വെളിപ്പെടാൻ അങ്ങയുടെ താഴ്മയെ അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ. ബലഹീനമാക്കുന്ന, തളർത്തുന്ന, ക്ഷയിപ്പിക്കുന്ന സകല മണ്ഡലങ്ങളുടെ മേലും ഇന്ന് പകൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. ഒരു അമിത ബലം തൻ്റെ ജനത്തിൻ്റെ മേൽ നാസറനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിച്ചു. ആരോഗ്യവും രോഗശാന്തിയും ബലവും സൗഖ്യവും സമാധാനവും ദൈവപ്രവർത്തികളും ഞങ്ങളുടെ കൂടാരങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പദപീഠത്തിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഉറച്ചു നിൽക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്പിച്ചു മതി.